ആദ്യം നിതിൻ ഗണിച്ചേരി പറഞ്ഞ കാര്യത്തിന് മറുപടി കൊടുക്കാം. അദ്ദേഹം ബി ജെ പിക്ക് കേരളത്തിൽ ഒരു പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് നിതിൻ ഗണിച്ചേരി ഇപ്പോൾ ഇരിക്കുന്നത് പാലക്കാടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന പാലക്കാട്, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് കഴിഞ്ഞ 2 ടേമായിട്ട്. അദ്ദേഹം ഇരിക്കുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണെങ്കിൽ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായിട്ടുള്ള കുഞ്ഞിരാമൻ മന്ദിർ ഇരിക്കുന്ന ആ വാർഡും അതും ബി ജെ പിയുടെ കൗൺസിലറുടെ വാർഡാണ്. സ്വാഭാവികമായിട്ടും ബി ജെ പി ജയിക്കുന്ന, ബി ജെ പി കൗൺസിലറുള്ള, ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് അകത്തിരുന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ ബി ജെ പി ഒന്നും വലിയ കാര്യമല്ല എന്ന് പറയുകയാണ്. നാട്ടുകാർ കാണുമ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും എന്ന രീതിയിലായിരിക്കാം നിതിൻ ഗണിച്ചേരി ഇങ്ങനെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം. 2, കേരളത്തിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ഘടകമാണോ അല്ലയോ എന്നുള്ളത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാതൃഭൂമി അടക്കമുള്ള ഞാൻ പറഞ്ഞോട്ടെ, തെരഞ്ഞെടുപ്പ് ഏതായാലും ബി ജെ പി കേരളത്തിലൊരു ഘടകമാണോ അല്ലയോ എന്ന് സംബന്ധിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഇരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയിലാണ്. അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ബി ജെ പിയുടെ കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ താമസിക്കുന്ന വീടുകളിലെ എല്ലാ വാർഡുകളിലും അവിടെ ജയിച്ചിട്ടുള്ളത് ബി ജെ പി ആണ്. ഞങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ നിന്നിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് രാഷ്ട്രീയമായിട്ട് അത് മനസ്സിലാക്കണമല്ലോ സംസാരിക്കുന്ന സമയത്ത്. അതൊന്നാമത്തെ കാര്യം. 2, മാതൃഭൂമി അടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്. ഞാൻ ആ സർവേ പൂർണ്ണമായിട്ടും വിലമതിക്കുന്നില്ല. പക്ഷേ മിക്ക സർവേകളിലും പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ നേർത്ത വ്യത്യാസം മാത്രമാണ് നിങ്ങളുടെ സർവേകൾ പോലും കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങളൊരു സ്ട്രോങ് കണ്ടൻഡറാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എതിരായിട്ടുള്ള മാധ്യമങ്ങൾ കൂടി സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എന്തിനാണ് മത്സരിക്കുന്നത്? ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു, ഞങ്ങൾ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. തൃശ്ശൂരിൽ ഞങ്ങൾ വളരെ നേർത്ത രീതിയിൽ തന്നെ തൊട്ടടുത്തുണ്ട്, വിജയത്തിന് തൊട്ടടുത്തുണ്ട്. പാലക്കാട് പോലെയുള്ള, അതുപോലെ തന്നെ ആറ്റിങ്ങൽ പോലെ, അതല്ലെങ്കിൽ ആലപ്പുഴ പോലെ, പത്തനംതിട്ട പോലെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ, കേരളത്തിൽ 5ഓ 6ഓ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾ വളരെ വലിയ നിർണായക ശക്തി തന്നെയാണ്. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് വോട്ട് ഒരു ചെറുതായി സ്വിങ് ചെയ്താൽ പോലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം കേരളത്തിലെ പല ലോക്സഭ ഞാൻ പൂർത്തിയാക്കട്ടെ അതോ ശരിയല്ല ഞാൻ പൂർത്തിയാക്കട്ടെ പല സാഹചര്യങ്ങളും. അതുകൊണ്ട് ബി ജെ പിയെ ആ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ അങ്ങനെ നിങ്ങൾ താഴ്ത്തിക്കെട്ടുകയാണെന്നുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ മത്സരിച്ച് തോറ്റാണ് ഞങ്ങൾ അവസാനം ജയിക്കാൻ തുടങ്ങിയത്. നിങ്ങൾ തോറ്റ് ഈ പാർട്ടി എവിടെ ഇല്ലാതായിപ്പോയി, CPM എവിടെ ഇല്ലാതായിപ്പോയി. പണ്ടൊക്കെ നിങ്ങൾക്ക് ബംഗാളിൻ്റെയും ത്രിപുരയുടെയും കാര്യം പറയുമായിരുന്നു. ഇപ്പോൾ ഈ അറബിക്കടലിൻ്റെ അങ്ങേയറ്റത്ത് വന്ന് കേരളത്തിൽ വന്ന് തീരദേശ പാർട്ടിയായി മാറി. ഇനി ഒരു അടി പുറകോട്ട് വെക്കാനിതൊക്കെ CPM BJP അങ്ങ് കേന്ദ്രഭരണത്തിന് ഇറക്കിക്കളയെന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കണ്ടേ? ഒന്ന്. രണ്ടാമത്തെ, അദ്ദേഹം ഭാഷാ സൗകുമാര്യത്തെക്കുറിച്ച് പറഞ്ഞു. തൽക്കാലം CPM-ന്റെ കയ്യിൽ നിന്ന് ഭാഷാ സൗകുമാര്യത്തിന് ട്യൂഷൻ എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ആൺകുട്ടി എന്ന് പറഞ്ഞത് ഞാൻ കടമെടുത്ത ആ ഭാഷ കടമെടുത്തത് C. ദിവാകരനാണ്. CPI-യുടെ നേതാവായിട്ടുള്ള C. ദിവാകരനാണ് പറഞ്ഞത് ഇന്ത്യ ഭരിക്കുന്നത് അമിത്ഷായെ പോലുള്ള ആൺകുട്ടികളാണ് എന്ന് പറഞ്ഞത് C. ദിവാകരനാണ്. താങ്കൾക്ക് ഭാഷയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാര്യത്തിൽ ട്യൂഷൻ എടുക്കണമെങ്കിൽ CPI-യുടെ സഹസഹാക്കൾക്കാണ് പോയിട്ട് ട്യൂഷൻ എടുക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം. 3, ഇവിടെ അഭിൻ പറഞ്ഞപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുള്ള വസ്തുതയാണ്. ഞാൻ തീർച്ചയായിട്ടും C. ദിവാകരനെ പോലെ സീനിയർ നേതാവല്ലേ അമിത്ഷായെ പോലെ ആൺകുട്ടികൾ ഈ രാജ്യം ഭരിക്കുന്നു എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്, കോൺഗ്രസിനെ വെല്ലുവിളിച്ചത്? അദ്ദേഹത്തോട് പറയട്ടെ, ആ കാര്യങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറയട്ടെ. മാധു, ഞാൻ ഈ കാര്യം പൂർത്തിയാക്കട്ടെ. സീനിയർ നേതാവല്ലേ ദിവാകരൻ? സ്വാഭാവികമായിട്ടും പല സീനിയർ നേതാക്കളിൽ നിന്നും പല കാര്യങ്ങളും നമ്മൾ പഠിക്കുമല്ലോ, പാർട്ടിയൊന്നും നോക്കിയിട്ടല്ലോ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ അബിൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ എതിർത്ത് എന്തുകൊണ്ടാണ്? അബിൻ കേരളത്തിലെ കോൺഗ്രസിന്റെ വക്താക്കൾ ചില കള്ളങ്ങൾ, കാപട്യങ്ങൾ നടത്തുന്നു, ജനങ്ങളെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒന്നാമത്, കോൺഗ്രസ് പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് എന്ന് കേരളത്തിൽ നമ്മൾ പറയുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയും CA എന്ന വാക്കില്ല. ആർട്ടിക്കിൾ 370 കുറിച്ച് പറയുന്നില്ല. ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. BJP-യും പറഞ്ഞിട്ടുണ്ട് അക്കാര്യം, സംസ്ഥാന പദവി കൊടുക്കും. കോടതിയും അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന പദവി തീർച്ചയായിട്ടും ജമ്മു കാശ്മീരിന് തിരിച്ചു കിട്ടും. അവിടെ അതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതിനിപ്പോ കോൺഗ്രസ് ജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ കോൺഗ്രസ് എവിടെയും ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തിട്ടുള്ള പാർലമെന്റിൽ എടുത്ത BJP എടുത്ത നടപടിയെ പിൻവലിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പറയാൻ കോൺഗ്രസിന് കഴിയില്ല. പറഞ്ഞാൽ കോൺഗ്രസ് 8 നള്ളിപ്പൊട്ടും, ബാക്കി ഉണ്ടാവില്ല ഈ രാജ്യത്ത്. CAA-യുടെ വിഷയത്തിൽ കോൺഗ്രസ് പരസ്യമായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ ഈ രാജ്യത്തെ പാർട്ടി പിന്നെ ഉണ്ടാവില്ല. കാരണം 2003 രാജ്യസഭയിൽ തന്നെ മൻമോഹൻ സിംഗ് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള റിലീജിയസ് മൈനോറിറ്റീസിനെ അവിടെ പ്രോസിക്യൂഷൻ അനുവദിച്ചവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി ഈ പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് രാജ്യസഭയിൽ ആവശ്യപ്പെട്ട നേതാവിന്റെ പേര് മൻമോഹൻ സിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല രാജ്യത്തെ ജനങ്ങൾ ഈ വിഷയങ്ങൾ BJP